സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കേരള വിഷന്റെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സിൽ കാർഷിക രംഗത്തെയും ഭക്ഷ്യ സംസ്കരണ രംഗത്തെയും മികവിനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നു ഹരിത JLG ഗ്രൂപ്പ് വിളക്കുപാടം പാലുവ. ആദ്യം നമുക്ക് അവരുടെ പ്രൊഫൈൽ ഒന്ന് കണ്ടു നോക്കാം. ഹരിത JLG ഗ്രൂപ്പ് കൃഷി ചെയ്യാനുള്ള മനസ്സുണ്ടായിട്ടും അതിനുവേണ്ട സ്ഥല സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ് സുജാത കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. സാഹചര്യങ്ങൾ പ്രതികൂലമെങ്കിലും വീടിനു മുന്നിൽ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തുകൊണ്ട് തുടക്കം കുറിച്ചു. വർഷങ്ങൾക്ക് ശേഷം 5 പേരെ കൂടെ ഒപ്പം ചേർത്ത് JLG ഗ്രൂപ്പ് രൂപീകരിക്കുകയും ഏറ്റവും ലാഭകരവും വേഗത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്നതുമായ ചീര കൃഷി ചെയ്തു തുടങ്ങി. 3 ഏക്കറോളം ഭൂമി ലീസിനെടുത്തുകൊണ്ട് വൈറ്റമിനുകളുടെ കലവറയായ വ്ളാത്താങ്കര ചീര മുതൽ പൊന്നാങ്കണ്ണി ചീര വരെയുള്ള 12 ഇനങ്ങൾ ഇവർ കൃഷി ചെയ്യുന്നുണ്ട്. എങ്കിലും നിറത്തിലും ഔഷധ ഗുണത്തിലും ഏറെ മുൻപന്തിയിൽ നിൽക്കുന്ന വ്ളാത്താങ്കര ചീര തന്നെയാണ് കൂടുതലായി കൃഷി ചെയ്യുന്നതും വിപണിയിൽ എത്തിക്കുന്നതും. വ്ളാത്താങ്കര ചീരയിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച ചീര സ്ക്വാഷ് ലാബിൽ ടെസ്റ്റ് ചെയ്ത് അനുകൂല റിസൾട്ട് കിട്ടിയപ്പോൾ അത് ഓർഗാനിക് ചീര സ്ക്വാഷ് എന്ന ലേബലിൽ വിപണനത്തിനായി തയ്യാറാക്കുകയും ചെയ്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സ്ക്വാഷിന് ആവശ്യക്കാർ ഏറെ ഉണ്ടാവുകയും മികച്ച അഭിപ്രായങ്ങൾ നേടുകയും ആഴ്ചച്ചന്തകളിലെയും വിവിധ പ്രദർശന മേളകളിലെയും ശ്രദ്ധാകേന്ദ്രമായും അത് മാറുകയും ചെയ്തു. സംസ്ഥാന ഗവൺമെന്റിന്റേത് ഉൾപ്പെടെ ഒട്ടനവധി പുരസ്കാരങ്ങൾ ഈ ഊർജ്ജസ്വലയായ കർഷകരെ തേടി എത്തിയിട്ടുണ്ട്. 2023 കുടുംബശ്രീയിലെ മാസ്റ്റർ ഫാർമർ എന്ന പദവിയിൽ എത്തുകയും അതുവഴി ലഭിച്ച വെജിറ്റബിൾ കിയോസ്കിൽ പച്ചക്കറികൾ വിൽപ്പന നടത്തിവരികയും ചെയ്യുന്നുണ്ട് ഇവർ. ചീര സ്ക്വാഷിന്റെ കണ്ടെത്തലിനു പുറമെ കന്നുകാലികൾക്ക് നൽകാനായി ചീര ചണ്ടിയിൽ നിന്ന് പെല്ലറ്റ് ഉണ്ടാക്കുന്നതിനുള്ള പദ്ധതിയുമായി യന്ത്ര സാമഗ്രികൾ വാങ്ങുന്നതിനായുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംഘം. അഭിനന്ദനങ്ങൾ. ഹരിത JLG ഗ്രൂപ്പിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ ഹരിത JLG ഗ്രൂപ്പിനെ വേദിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു. വരൂ ചേച്ചിമാര് വരൂ. സോ കാർഷിക രംഗത്തെയും ഭക്ഷ്യ സംസ്കരണ രംഗത്തെയും മികവിനുള്ള പുരസ്കാരമാണ് ഞങ്ങളുടെ സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന പുരസ്കാരമാണ്. ഞങ്ങളുടെ കേരള വിഷൻ അണിയിച്ചൊരുക്കുന്ന പുരസ്കാര രാവാണ്. രവിയേട്ടനാണ് ആദ്യം തന്നെ മെഡൽസ് നൽകുന്നത്. മെഡല് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് നൽകാം. ഞങ്ങളുടെ യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് ആണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, ഇതിൽ ഒരു ചേച്ചി ചിരിക്കുന്നേ ഇല്ല. രവിയേട്ടന്റെ പണ്ടത്തെ എല്ലാ പടങ്ങളും ആ ചേച്ചി കണ്ടിട്ടുണ്ട്. പേടിച്ച് നിൽക്കുകയാണ്. മെഡല് സ്വീകരിക്കണോ? ചേച്ചി ചിരിച്ചോ? ഒന്നും പേടിക്കണ്ട. ചേച്ചിക്ക് അത്ര ഒരു അവാർഡ്സ് നൽകുന്നത് സ്വർണ്ണമുഖി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസന്റിംഗ് കേരള വിഷന്റെ ഞങ്ങളുടെ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ്സ്. രവിയേട്ടൻ മെഡൽസ് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങളുടെ ചോയ്സ് ഫുഡ്സിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഇതാ പ്രശംസാ പത്രം നൽകുകയാണ്. ആൻഡ് ഒരിക്കൽ കൂടി ഓർപ്പെടുത്തുന്നു, 3 അവാർഡ്സ് ആണ് ഞങ്ങൾ വേദിയിൽ വെച്ച് നൽകിയതെങ്കിൽ ഇന്ന് വന്ന ഓരോ അംഗത്തിനും, കുടുംബശ്രീ അംഗത്തിനും വിന്നേഴ്സ് ആയിട്ടുള്ളവർക്ക് 4ാമത്തെ അവാർഡായിട്ട് ഞങ്ങൾ നൽകുന്നത് ചോയ്സ് പുട്ടുപൊടി അല്ലെങ്കിൽ ചോയ്സ് ഫുഡ്സ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ്. പുറത്ത് നിന്ന് നിങ്ങൾക്കത് കളക്ട് ചെയ്യാം. ഇപ്പോൾ ഞങ്ങൾ വേദിയിൽ ഒരു ടീമിന് മാത്രം ഇതൊന്ന് കൈമാറുകയാണ് അലോങ് വിത്ത് പ്രശംസാ പത്രം. ആദ്യം നമ്മുടെ ചോയ്സ് ആദ്യം അവർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നമ്മളിവിടെ ഇതാ നൽകുകയാണ്. അവിടെ നിന്നാൽ മതിയാവും. യെസ്, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരാം സർ. കുറച്ചുകൂടി നമുക്ക് ഫ്രണ്ടിലോട്ട് വരാം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട്. യെസ് സർ. ഇനി ഗിഫ്റ്റ് ഹാമ്പേഴ്സും കൂടി നമുക്ക് പെട്ടെന്ന് നൽകാം. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ആണ് മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. സർ, നമുക്ക് ഗിഫ്റ്റ് ഹാമ്പേഴ്സും കൂടി ഒന്ന് കൊടുക്കാം. ഗിഫ്റ്റ് ഹാമ്പേഴ്സ് നൽകാം. ഓരോരുത്തർക്കുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് എല്ലാവർക്കും കൊടുത്തോളൂ. എല്ലാവർക്കും കൊടുക്കാം സാർ. എല്ലാവരും കയ്യിൽ വെച്ചോളൂ. എല്ലാവരും കയ്യിൽ വെച്ച് നിന്നോളൂ. സാറും കൂടി. സാറിനാണോ ചേച്ചിക്കാണോ പേടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാറേ ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് നിൽക്കാൻ സാറേ. ചേച്ചി ഓക്കെ അല്ലേ? അപ്പം അടുത്തതായിട്ട് നമ്മുടെ പ്രശംസാ പത്രം കൂടിയുണ്ട്. പ്രശംസാ പത്രം കൂടി നൽകുകയാണ്. ബൈജു സാറാണ് നമ്മുടെ അടുത്ത ക്യാഷ് പ്രൈസ് നൽകാൻ പോകുന്നത്. പ്രശംസാ പത്രം ഏറ്റുവാങ്ങാം. അടുത്തത് യെസ് മൈ ചോയ്സിന്റെ ഏരിയ സെയിൽസ് മാനേജർ ആൻഡ്
യെസ്, അർഷാദ് സാറും കൂടെ ചേർന്ന് നൽകുന്നു. ഇനി ബൈജു സാറാണ് ഞങ്ങളുടെ കേരള വിഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ് നൽകുന്നത്. കേരള വിഷൻ നൽകുന്നേ സൂപ്പർ. ഒരുപാട് ചേച്ചിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് എനിക്കറിയാം. സമയപരിമിതി മൂലം ചേച്ചി ഇതാരാ നിൽക്കുന്നതെന്ന് കണ്ടായിരുന്നോ? തൊട്ടടുത്ത് നിൽക്കുന്നത്. ചേച്ചിക്ക് പേടിക്കാതെ ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലോട്ട് വാ. പേടിയൊന്നുമില്ല, ഒരു ഭയം. അതാണോ ചേച്ചി? ഇവിടെ എത്ര ചേച്ചിമാര് സാറിന്റെ പഴയ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്? ചേച്ചി കണ്ടിട്ടില്ലേ? ചേച്ചിക്ക് പറയണോ വേണ്ടേ? സാറേ, ഈ ചേച്ചിയോട് പറയാൻ ഒരു വാക്ക്. ചേച്ചിയെ കണ്ടാൽ അറിയാം സാറിന്റെ പഴയ സിനിമകളുടെ ആരാധിക അങ്ങനെയല്ല, എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ടെന്ന്. ചേച്ചിയോട് പറയാൻ ഒരു വാക്ക്. ഒന്നുമില്ല, ഞാൻ പഴയ സിനിമ കണ്ടിട്ട് മഹാകൊള്ളതാത്തവനാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാവമാണെന്ന് പറയണം മാത്രമേ, വേറെ ഒന്നും പറയാം. എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കുന്നു. രവിയേട്ടന് ഒരു വലിയ കയ്യടി നൽകുകയാണ്. കാരണം നമ്മൾ ഇത്രയൊക്കെ പറയുമ്പോഴും മലയാള സിനിമയോടൊപ്പം ട്രാവൽ ചെയ്തൊരു ലെജൻഡ് തന്നെയാണ് അദ്ദേഹം. ഇപ്പോഴും ഞാൻ പറയുന്നു, വലിയ സൂപ്പർ സ്റ്റാർസിന്റെ ഒക്കെ അച്ഛനായിട്ട് അദ്ദേഹം നമുക്ക് മുന്നിൽ എത്തുമ്പോൾ അത്രയും വർഷത്തെ ഒരു വലിയ കലനൊരു എക്സ്പേർട്ടാണ് അദ്ദേഹം ഈ ഒരു സിനിമാ മേഖലയിൽ. ഇപ്പോഴും അല്ല, എപ്പോഴും. എനിക്ക് ഒരുപാട് വയസ്സായിട്ടുള്ള മാതിരി പറയും നിങ്ങൾ. Only 18. തിരിച്ചിട്ടാലോ മറിച്ചിട്ടാലോ? എങ്ങനെ വേണം നിങ്ങളുടെ ഇഷ്ടം. 18 മധുര 18 നിൽക്കുന്ന രവിയേട്ടന് ഇനിയും വലിയ എന്താ പറയാ, ഇതുപോലെ തന്നെ ചെറുപ്പമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൽ നിലനിൽക്കാനായിട്ട് ഇനിയും ദൈവം എല്ലാ ഭാഗ്യവും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് രവിയേട്ടൻ ഒരു വലിയ താങ്ക്സ് പറയാണ്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. കൈ തന്നോണ്ട് കുഴപ്പമില്ലല്ലോ സർ? കൈ തന്നോണ്ട് കുഴപ്പമില്ലല്ലോ? ഞാൻ വിട്ടില്ലല്ലോ കൈ. അയ്യോ, താങ്ക് യു സോ മച്ച് രവിയേട്ട. ചേച്ചിമാർക്കും അർഷാദ് സാറിനും എല്ലാവർക്കും ഒരു വലിയ നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. സോ ഞങ്ങളുടെ അവാർഡ് സെറമണി കണ്ടിന്യൂ ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത് മനോഹരമായൊരു കഥക് നൃത്ത ഇനമാണ്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് കൂടുതലായിട്ട് കഥക് ഒഡീസിയൊക്കെ കാണുന്നത്. ഇവിടെ കേരള വിഷന്റെ മണ്ണിൽ നമ്മളിവിടെ ചെയ്യുന്നു. ആൻഡ് നമ്മുടെ മിനിസ്റ്റർ ഇവിടെ എത്തിക്കഴിഞ്ഞു. ബിന്ദു മാം ഇസ് ഓൾ ഹിയർ. സോ കഥക് നൃത്തരൂപം നമുക്കിപ്പോൾ ഒന്ന് ആസ്വദിക്കാം. കഥക് ടീം.